വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. 11 മണിക്ക് തൊടുപുഴ വിജിലൻസ് ഓഫീസിലെത്തി മാത്യു കുഴൽനാടൻ മൊഴി നൽകും. കെട്ടിടം വാങ്ങിയതിലും നികുതി അടച്ചതിലും ക്രമക്കേട് നടന്നുവെന്ന പരാതിയിലാണ് അന്വേഷണം. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനാണ് പരാതിക്കാരൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്നതിനിടെയാണ് മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ CPIM. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നടത്തുന്ന ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണം എന്ന വാദമുയർത്തിയാകും പ്രതിരോധിക്കുക. അതേസമയം ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെട്ടതിൽ CPIM ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. CMRLലും KSIDCയും തമ്മിലുള്ള ധാരണ 1991 ആരംഭിച്ചതാണ് എന്നതും സർക്കാർ ന്യായീകരണ വിഷയമാക്കുന്നു. വിഷയത്തിൽ CBIയുടെയോ EDയുടെയോ രംഗപ്രവേശം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന് CPIM വിലയിരുത്തുന്നു. അതിനാൽ തൽക്കാലം മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കേണ്ട എന്നാണ് പാർട്ടി നിലപാട്. എന്നാൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തിയുള്ള പ്രചാരണത്തിനാണ് പ്രതിപക്ഷ നീക്കം. ഇടപാടുകൾ സംബന്ധിച്ച രേഖ മുഖ്യമന്ത്രി പുറത്തുവിടണം എന്ന വെല്ലുവിളി ഇതിന്റെ ഭാഗമാണ്. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും. കേസുമായി ബന്ധപ്പെട്ട് 8ാം തവണ നൽകിയ നോട്ടീസിലാണ് ഹേമന്ത് സോറൻ ഹാജരാകാൻ സന്നദ്ധത അറിയിച്ചത്. ED നോട്ടീസിൽ കഴിഞ്ഞ 16നും 20നും ഇടയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. സോറന്റെ വസതിയിലായിരിക്കും ചോദ്യം ചെയ്യൽ. കേസിൽ നേരത്തെ നൽകിയ 7 സമൻസുകളിലും ഔദ്യോഗിക തിരക്ക് ചൂണ്ടിക്കാട്ടി ഹേമന്ത് സോറൻ ഒഴിഞ്ഞുമാറിയിരുന്നു. EDയുടെ നടപടിയിൽ ഇന്നലെ വിവിധ ആദിവാസി സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. വിഗ്രഹം സ്ഥാപിക്കേണ്ട ഗർഭഗൃഹം ശുദ്ധീകരിക്കലാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. വാസ്തുശാന്തി ചടങ്ങുകളും ഇന്ന് നടക്കും. അയോധ്യയിൽ നിന്ന് R രാധാകൃഷ്ണൻ ചേരുകയാണ്. RK, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രത്യേക ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ഇന്ന് എന്തൊക്കെ പ്രത്യേക ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്? ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതു തരത്തിലാണ്? ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നത് പൂജാ ചടങ്ങുകളാണെങ്കിൽ ഇന്ന് ശുദ്ധി വരുത്തൽ ചടങ്ങുകൾ കൂടി ആരംഭിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജ ചടങ്ങുകൾ അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതാണ് ഈ പൂജ സംബന്ധമായിട്ടുള്ള ഇന്നത്തെ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഗർഭഗൃഹ ശുദ്ധി വരുത്തലാണ് ഇന്ന് ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് ഗർഭഗൃഹ ശുദ്ധി വരുത്തും. ഇന്ന് സരയൂ നദിയിൽ നിന്നുള്ള ജലം കൊണ്ടാണ് ഈ ഗർഭഗൃഹ ശുദ്ധി വരുത്തുന്നത്. ക്ഷേത്രത്തിന്റെ വാസ്തുശാന്തി ചടങ്ങുകളും ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇതിനിടെ ഗോപിക സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ ഉള്ളത്. ഒപ്പം ഇന്നു മുതൽ ഇവിടേക്ക് പ്രവേശനം ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. താൽക്കാലിക ക്ഷേത്രത്തിലെ ദർശനം ഇന്നത്തതോടുകൂടി അവസാനിച്ചിരുന്നു. അവിടെ നിന്നുള്ള രാംലല്ല അത് ഗർഭഗൃഹത്തിലേക്ക് മാറ്റാനായിട്ടുള്ള ചടങ്ങുകളും ഇന്ന് നടക്കും. വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇന്നത്തോടുകൂടി നടക്കുന്നത്. 22-ാം തീയതി നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള പൂജാ ചടങ്ങുകൾ അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗോപിക, രാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജാ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. R രാധാകൃഷ്ണനാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. ഇന്ന് രാവിലെ 11-ന് തിരുച്ചിറപ്പള്ളിയിലെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉച്ചയ്ക്ക് 2:45-ന് രാമേശ്വരം ക്ഷേത്രത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി 6:30 വരെ ക്ഷേത്രത്തിൽ ചെലവഴിക്കും. 21-ന് രാവിലെ 9:30-ക്ക് അരിച്ചാൽ മുനമ്പ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 10:30-ക്ക് കോദണ്ഡാരം സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഇന്നലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചിയിലെ റോഡ് ഷോ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സുരക്ഷയ്ക്കായി സ്ഥാപിച്ച താൽക്കാലിക വേലികൾ പൊളിച്ചു നീക്കിയില്ല. റോഡിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുന്ന ഇരുമ്പ് വേലികൾ കാരണം ജനറൽ ആശുപത്രി ഉൾപ്പെടുന്ന KPCC ജംഗ്ഷൻ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഇരുചക്ര വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയുമാണ് കൂടുതലും ബാധിക്കുന്നത്. പതിനാറാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊച്ചിയിൽ റോഡ് ഷോ നടത്താൻ വേണ്ടിയാണ് KPCC ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൌസ് വരെയുള്ള റോഡിന്റെ ഇരുവശവും ഇരുമ്പുവേലികൾ കൊണ്ട് കെട്ടിത്തിരിച്ചത്. റോഡ് ഷോ കഴിഞ്ഞ് പ്രധാനമന്ത്രി പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. തിരക്കേറിയ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്.
റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കമ്പികൾ കാരണം വാഹനയാത്ര തടസ്സപ്പെടുന്നു. ഫുട്പാത്തിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഇരുമ്പുവേലികൾ കാൽനടയാത്രക്കാർക്കും ശല്യം. ജനറൽ ആശുപത്രിയിൽ ആംബുലൻസിന് കയറാൻ പോലും വേലി തടസ്സമാണ്. എപ്പോഴും ഇവിടെ ബ്ലോക്കാണ്. ഒരു വണ്ടി പോകാനൊക്കെ കുട്ടികൾക്കും യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകെപ്പാടെ ഇപ്പോൾ ഇതൊരു പ്രധാന സ്ഥലമാണ്, ഹോസ്പിറ്റൽ റോഡാണ്. ആകെ ഉള്ളൊരു ഈ MG റോഡും മറ്റേ പാർക്കിലോട്ടുള്ള ആകെ ഒരു വഴിയാണ് ഇതുള്ളത്. ഇവിടെ ഇപ്പോൾ ആകെ പ്രശ്നമാണ്. പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലെ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള വഴി പൊറുതിമുട്ടി ജീവനക്കാർ തന്നെ പൊളിച്ചു നീക്കി. പാർക്കിങ്ങിലോട്ട് പോകാൻ വഴിയില്ലെന്ന്, അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് എവിടെ? ഇതുണ്ടോ അപ്പുറത്ത് ഞാൻ കഴിച്ചു, അത് ഞാൻ വണ്ടി കയറാൻ വേണ്ടി. അങ്ങോട്ട് പോകാൻ വഴിയില്ല ഇപ്പൊ? അല്ല, അങ്ങോട്ട് ഇപ്പം ഞങ്ങൾ അഴിച്ചു മാറ്റിയാണ്. ഇത് ഞങ്ങൾ ഇപ്പുറത്തോട്ട് കെട്ടി. സാധാരണ വലിയ VIP കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അഴിച്ചു മാറ്റാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അഴിച്ചു മാറ്റണം. ഇതെന്താണാവോ ഇങ്ങനെ കിടക്കണത്? അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പൊതുമരാമത്ത് വകുപ്പിലെ കരാറുകാർക്കാണ് ജില്ലാ ഭരണകൂടം സുരക്ഷാ വേലി കെട്ടാൻ കൊട്ടേഷൻ നൽകിയത്. പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞാൽ ഉടൻ നീക്കം ചെയ്യണമെന്നായിരുന്നു നിബന്ധന. എന്നാൽ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോഴും ഇതൊക്കെ പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥർ കണ്ട ഭാവം നടിക്കുന്നില്ല. പ്രധാനമന്ത്രിയൊക്കെ വന്നുപോയി, പക്ഷേ അതിൻ്റെ പേരിലുള്ള വേലിയൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ തലയിലെ വയ്യാവേലിയായി. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എപ്പോഴാകും നന്നാക്കാൻ സമയമുണ്ടാവുക? കൊച്ചിയിൽ നിന്നും അജോഷിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. ഒരു നേതാവിലും ഭാഷയിലും വിശ്വസിക്കുന്നവരാണ് BJPയും RSSും എന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നു. രാജ്യത്തെ ഏറ്റവും അഴിമതിയുള്ള സർക്കാർ അസമിലേത് എന്ന് വിമർശിച്ച രാഹുൽ ഗാന്ധി BJPയുടെ മറ്റു മുഖ്യമന്ത്രിമാർ അഴിമതി പഠിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയിൽ നിന്നാണ് എന്ന് വിമർശിച്ചു. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര 2 ദിവസം പൂർത്തിയാക്കി. ഇന്ന് ലഖിപൂരിൽ നിന്ന് ഇറ്റാനഗർ വരെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര സന്ദർശിക്കുക. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ പേടകത്തിൽ നിന്ന് സിഗ്നൽ ലഭിച്ചുവെന്ന് ജപ്പാൻ. കുറഞ്ഞ സ്ഥലപരിധിയിൽ പേടകമിറക്കാനുള്ള ആധുനിക സാങ്കേതിക വിദ്യയാണ് മൂൺ സ്നൈപ്പർ എന്നറിയപ്പെടുന്ന ദൗത്യത്തിൽ ഉപയോഗിച്ചത്. വെല്ലുവിളികൾക്കിടയിൽ ലാൻഡിംഗ് സാധ്യമാക്കാനായെങ്കിലും പേടകത്തിലെ സോളാർ പാനലുകളിൽ ഊർജ്ജോൽപാദനം നടക്കുന്നില്ല. നിലവിൽ ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ പേടകമിറക്കുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങല ഇന്ന്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 ലക്ഷത്തിലധികം പേർ മനുഷ്യചങ്ങലയിൽ കണ്ണികളാകും. വൈകിട്ട് 4:30 ആരംഭിക്കുന്ന മനുഷ്യചങ്ങലയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ A റഹീം MP ആദ്യ കണ്ണിയും രാജ്ഭവന് മുന്നിൽ EP ജയരാജൻ അവസാന കണ്ണിയുമാകും. രാജ്ഭവന് മുന്നിൽ നടക്കുന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിലെ BJP നേതാവ് രൺജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജനാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം കെ ഷാൻ വധക്കേസിൽ വിചാരണ അടുത്ത മാസം ആരംഭിക്കും. 2021 ഡിസംബറിലാണ് ആലപ്പുഴ നഗരത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പര നടക്കുന്നത്. ഡിസംബർ 18 രാത്രി SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഷാൻ കൊല്ലപ്പെട്ടു. പിറ്റേന്ന് പുലർച്ചെ രൺജിത്ത് ശ്രീനിവാസനെ ഒരു സംഘം വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. കേസിലെ 15 പ്രതികൾ മാവേലിക്കര ജില്ലാ ജയിലിലാണ്. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 156 സാക്ഷികളെയും 1000ഓളം രേഖകളും 100ൽ പരം തൊണ്ടിമുതലുകളുമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കൽ കോടതിയിൽ തെളിവായി ഹാജരാക്കിയത്. വ്യക്തവും സുദൃഢവുമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ നിലവിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ വിചാരണ നേരിടുന്ന 15 പ്രതികൾ, അതിൽ 12 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരും 3 പേർ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തവരുമാണ്. ഇവർക്കെതിരെ നീതിയുക്തമായ ഒരു വിധി ഉണ്ടാകും എന്നാണ് പ്രോസിക്യൂഷന് പ്രതീക്ഷിക്കുന്നത്. കേസിലെ സാക്ഷികൾക്കും പ്രോസിക്യൂഷൻ അഭിഭാഷകർക്കും നേരെ കടുത്ത ഭീഷണി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അതിശക്തമായ പോലീസ് സുരക്ഷയാണ് വിചാരണ വേളയിൽ പോലീസ് ഒരുക്കിയത്. രൺജിത്ത് ശ്രീനിവാസൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസിന്റെ വിചാരണ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് കേസിന്റെ വാദം നടന്നത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ്. രൺജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്. ഷാൻ വധക്കേസിൽ 13 RSS BJP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഇവരെല്ലാം ജാമ്യത്തിലാണ്. ഷാൻ വധക്കേസിലെ വിചാരണ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അടുത്ത മാസം ആരംഭിക്കും.
24 ആലപ്പുഴ. ടി സിദ്ദിഖ് എംഎൽഎയുടെ ഭാര്യ ഷർഫുനിസ പ്രതിയായ കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം ഊർജിതം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിലെ 1-ാം പ്രതി വസീം ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഇന്നലെ നടക്കാവ് ബ്രാഞ്ചിൽ നടത്തിയ പരിശോധനയിൽ ഹാർഡ് ഡിസ്കുകളും രജിസ്റ്ററുകളും ഉൾപ്പെടെ പിടിച്ചെടുത്തു. എന്നാൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ കണ്ടെത്താനായില്ല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഓഫീസുകളിൽ ഇന്നും പരിശോധന തുടരും. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, നിക്ഷേപകർ, പണമിടപാടുകൾ എന്നിവ സംബന്ധിച്ച വിവരശേഖരണമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. മണി ചെയിൻ മോഡലിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ സമീപ ജില്ലയിലേക്ക് മാറ്റം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ICU പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരുത്തരവാദപരമായി പ്രവർത്തിച്ചു, ഏകോപനമുണ്ടായില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് അനിതയ്ക്കെതിരെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയത്. ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. ഇതിനിടെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ ശരിവെച്ചത്. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം UDF നിരസിച്ചതിൽ എതിർപ്പ് പരസ്യമാക്കി CPIM. UDF BJP അന്തർധാരയാണ് വ്യക്തമാകുന്നത് എന്ന നിലപാടിലാണ് CPIM. അതേസമയം കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്താൽ മതി എന്ന നിലപാടിലാണ് UDF. ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് പകരം കേന്ദ്ര സർക്കാരിനെതിരെ UDF കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം എല്ലാ സംസ്ഥാനങ്ങളിലെയും BJP ഇതര മുഖ്യമന്ത്രിമാരെ LDF പരിപാടിയിലേക്ക് ക്ഷണിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ക്ഷണം സ്വീകരിക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത്. KSRTCയിലെ ഇലക്ട്രിക് ബസ് വിവാദം LDFിൽ പുകയുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ CPIMൽ കടുത്ത അതൃപ്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വട്ടിയൂർക്കാവ് MLA BK പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനുമാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുക എന്നതാണ് ഇടതുപക്ഷ നയമെന്ന് വിമർശനങ്ങളിലൂടെ CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. പോര് മുറുകുന്നതിനിടയിലും തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് KB ഗണേഷ് കുമാർ. KSRTC CMDയോട് സർവീസിന്റെ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നേക്കും. സർവീസ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIM ആരെയാകും കളത്തിലിറക്കുക? ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മുതൽ കല്യാശ്ശേരി മുൻ MLA TV രാജേഷിന്റെ പേരുകൾ വരെ ഉയർന്നു കേൾക്കുന്നു. UDFനായി രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 35 വർഷം ഇടതുമുന്നണിയുടെ കയ്യിൽ സേഫായിരുന്ന മണ്ഡലം. പയ്യന്നൂരും കല്യാശ്ശേരിയും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാട് മടങ്ങുന്ന ഇടതുകോട്ട കഴിഞ്ഞ തവണ ഉണ്ണിത്താന് മുന്നിൽ കൈവിട്ടു. ഉറച്ച പാർട്ടി വോട്ടുകൾക്കൊപ്പം കരുത്തനെ കൂടി കളത്തിലിറക്കിയാൽ മണ്ഡലത്തിൽ അനായാസ വിജയമെന്നാണ് CPIM കണക്കുകൂട്ടൽ. CPIMനെ സംബന്ധിച്ചിടത്തോളം, CPIM അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും അവകാശമില്ല. പൂർണ്ണമായും സുനിശ്ചിതമായി ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDFിൻ്റെ കരങ്ങളിലേക്ക് ജനങ്ങൾ കൊടുക്കും എന്നത് നിസ്തർക്കമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIM ആരെ ഇറക്കും? സ്ഥാനാർത്ഥി ചർച്ചകളിലും അഭ്യൂഹങ്ങളിലും പല പേരുകളുണ്ട്. MLA ആയി തിളങ്ങിയ TV രാജേഷ് സാധ്യതാ പട്ടികയിൽ മുൻനിരയിൽ. കാസർഗോട്ടുകാരൻ വേണമെന്ന് വാദമുയർന്നാൽ CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, VPP മുസ്തഫ എന്നിവർക്കും സാധ്യത. മറുവശത്ത് ഒരേയൊരു പേര്, ഔദ്യോഗികമല്ലെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാസർഗോട്ട് 35 വർഷമില്ലാത്തൊരു സാന്നിധ്യം ഒരു MPയുടെ ഇവിടെ ഉണ്ടായി എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനും ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ഞാനിവിടെ മത്സരിക്കണം എന്ന് അവർ തീരുമാനിക്കാൻ കാരണം. മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആകാവുന്നത്ര ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തി, എതിരാളിയും തയ്യാർ. കാസർഗോട്ട് CPIM നീക്കമെന്തെന്നത് ആകാംക്ഷ. 24 കാസർഗോഡ്. ചരിത്രത്തിൽ ആദ്യമായൊരു ടെലിവിഷൻ ചാനൽ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാനൊരുങ്ങുമ്പോൾ 24ന്റെ ജനകീയത തന്നോളം മറ്റാർക്കും അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പാലക്കാട് MP PK ശ്രീകണ്ഠൻ. ഈ മാസം 28-ന് എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. ദിവസവും തന്നെ തേടിയെത്തുന്ന കോളുകൾ, മറുതലയ്ക്കൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആവലാതിക്കാർ, ഒടുവിൽ തിരിച്ചറിവ്.
ആവലാതിക്കാരൻ ആവശ്യം ആർ ശ്രീകണ്ഠൻ നായരെ. 24-ന്റെ ജനകീയ മുഖം തന്നോളം മറ്റാർക്കും അറിയില്ലെന്ന് വ്യക്തമാക്കുന്നു പാലക്കാട് MP VK ശ്രീകണ്ഠൻ. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, ഞാൻ എല്ലാ കോളും അറ്റൻഡ് ചെയ്യണമായതുകൊണ്ട് ശ്രീകണ്ഠൻ നായരുടെ നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കും. VK ശ്രീകണ്ഠൻ പാലക്കാട്, ഞാൻ MP ആണ്. ആ ശ്രീകണ്ഠൻ നായരല്ല, നമ്പർ ഞാൻ തരാം, നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ വിളിക്കുന്നവർ മുഴുവൻ കാരുണ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സത്യസന്ധരായിട്ടുള്ള ആത്മാർത്ഥമുള്ള ആളുകളാണ്. അപ്പോൾ ചാനൽ എത്രത്തോളം ജനകീയമാണെന്നുള്ളത് എനിക്ക് മറ്റാരേക്കാളും കൂടുതൽ ബോധ്യമുണ്ട്. നിഷ്പക്ഷരായ ആളുകൾ പങ്കെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന സമ്മേളനമായിരിക്കും ഇതെന്നും അതിശയത്തോടെയാണ് 24-ന്റെയും ഫ്ലവേഴ്സിന്റെയും ഈ നീക്കത്തെ താൻ കാണുന്നതെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. എനിക്കൊരു അതിശയമായിട്ട് തോന്നുന്നു. ചാനലുകാർ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ റോള് കുറഞ്ഞു പോകുന്നൊരു സംശയം. എന്തായാലും ഒരു ആകാംക്ഷയുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഒരു നിഷ്പക്ഷമായ ഓഡിയൻസിൻ്റെ സംസ്ഥാന സമ്മേളനം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. 24 അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ 24 മുൻപന്തിയിലാണെന്നും അത് തുടരണമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന് വിജയാശംസകൾ നേരുന്നതായും മന്ത്രി. ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂസ് എടുക്കുന്ന സാധാരണ ജനങ്ങളാണ് നമ്മുടെ യജമാന്മാർ. അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. 28-ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് അങ്ങേക്ക് എന്താണ്? എല്ലാ ആശംസകളും നേരുന്നു. വരുന്ന 28-ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. ഇതിനോടകം ആയിരങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തത്. 24 പാലക്കാട്. വയനാട്ടിൽ കാടിറങ്ങുന്ന കടുവകളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് മനുഷ്യർ. കഴിഞ്ഞ ദിവസം മുള്ളൻകൊല്ലി ചാമപ്പാറയിൽ പശുവിനു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായി. സമീപ പ്രദേശമായ കൊളവള്ളിയിലും കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. റബ്ബർ തോട്ടത്തിൽ തീറ്റാനായി കെട്ടിയിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. പ്ലാവനക്കുഴിയിൽ ജോണിന്റെ പശുവിനെയാണ് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കരച്ചിൽ കേട്ട അയൽവാസി ബഹളം വച്ചതോടെ കടുവ പശുവിനെ ഉപേക്ഷിച്ച് കടന്നു. വനപാലകർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. ചാമപ്പാറയ്ക്കടുത്തുള്ള കൊളവള്ളിയിൽ വയലിൽ മേയാൻ വിട്ട ആടിനെ പിടിച്ചത് വ്യാഴാഴ്ച. പാല് തുറന്ന് നോക്കുമ്പോൾ ഒരു സാധനം അവിടെ നിന്ന് ഓടിയിരുന്നു. അപ്പം മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഇത് തിരിച്ച് ഞാൻ നോക്കുമ്പോൾ പശു കിടന്ന് കാർന്ന് പിന്നെയും കാർന്ന് കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വന്നു. പാല് തുറന്ന് ഇറങ്ങി നോക്കുമ്പോൾ പശുവിൻ്റെ അടുത്തേക്ക് കടുവ ചാടി വരിക. ഇപ്പോൾ ഇവിടെ ചാവപ്പാറ ഭാഗത്ത് കടുവ പശുവിനെ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ കൊളവള്ളിയിൽ ആടിനെ പിടിച്ചു. ഇങ്ങനെ വിവിധ മേഖലകളിൽ, പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കടുവ വിഹരിക്കുകയാണ്. അതിന് വേണ്ട ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഇതിനടുത്തുള്ള ചണ്ണോത്തുകൊല്ലി, സീതാമൗണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായ ആശങ്ക നിലനിൽക്കുകയാണ്. ഈ മേഖലയോട് ചേർന്നാണ് കടുവയെയും 3 കുഞ്ഞുങ്ങളെയും നാട്ടുകാർ കഴിഞ്ഞ ദിവസം കണ്ടത്. ദിവസങ്ങളോളമായിട്ട് 3 കുഞ്ഞുങ്ങളും ഒരു വലിയ കടുവയും ഈ നാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, 2 ക്യാമറ വെച്ച് എന്നുള്ള മറുപടിയാണ് ഫോറസ്റ്റുകാരുടെ ഭാഗത്തുണ്ടാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും എന്ന് പറഞ്ഞ രീതിയിൽ കടുവ കുട്ടികളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CC, മൂടക്കൊല്ലി, കൊളകപ്പാറ, ചുളുക്ക തുടങ്ങി വയനാടിന്റെ പല ഭാഗത്തും കാടിറങ്ങുന്ന കടുവകൾ ഭീതിയുണ്ടാക്കുന്നുണ്ട്. പലയിടത്തും കൂടുകൾ സ്ഥാപിച്ചിട്ടും കടുവകൾ പിടിയിലാകാത്തതാണ് ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നത്. 24 വയനാട്. കോട്ടയം പാലാ നഗരസഭയുടെ ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നു. തൽക്കാൽ ടിക്കറ്റിന് കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ എന്നിരിക്കെ കൗണ്ടർ തുറക്കുന്നത് 10 മണിക്ക് ശേഷമാണ്. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും ടിക്കറ്റ് ലഭിക്കാതെ നിരാശരായി മടങ്ങുന്നവരാണ് ഭൂരിഭാഗവും. പാലാ ടൗണിൽ നഗരസഭ ഓഫീസിന്റെ ഭാഗമായാണ് റിസർവേഷൻ കൗണ്ടർ പ്രവർത്തിക്കുന്നത്. രാവിലെ 9:30 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ബോർഡെങ്കിലും പലപ്പോഴും കൗണ്ടർ തുറക്കുന്നത് ഏറെ വൈകിയാണ്. ടിക്കറ്റിനായി രാവിലെ 5 മണി മുതൽ നഗരത്തിലെത്തി കാത്തു നിൽക്കുന്നവർ അവസാനം നിരാശയോടെ മടങ്ങേണ്ടി വരുന്നത് പതിവാണ്. 3 ദിവസം ഇവിടെ കയറി ഇറങ്ങണം. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതേ അവസ്ഥ. 10 മണിയാവാതെ ഇത് ഓപ്പൺ ആവില്ല. സാധാരണ എല്ലാ റിസർവേഷൻ സെന്ററിലും 9:30 ആകുമ്പോൾ ഓപ്പൺ ആക്കി ഒരു 10 മണിയാകുമ്പോഴത്തേന് എൻ്റർ ചെയ്ത് വെച്ച് ടിക്കറ്റ് റിസർവ് ചെയ്ത് തരുമോ. ഇവിടെ മാത്രം ആ ഒരു പതിവുമില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ ബുദ്ധിമുട്ടിരിക്കുക. അത് കഴിഞ്ഞ് പ്രീമിയം തൽക്കാലം വേണം തരാം. 1000 രൂപയുടെ ടിക്കറ്റ് 6000 രൂപയ്ക്ക് എടുത്തിട്ട് നമ്മൾ എന്തിന് പ്രീമിയം തൽക്കാലം ഈ യാത്ര ചെയ്യാനായിട്ട് നിൽക്കണേ. അവധിയെടുത്ത സ്റ്റാഫിന് പകരം ആളെ വെക്കാത്തതായും ടിക്കറ്റിനെത്തുന്നവർ പരാതിപ്പെടുന്നു. തൽക്കാൽ ടിക്കറ്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റു തീരുമെന്നിരിക്കെ ബന്ധപ്പെട്ടവർ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം.
മൂന്നിരട്ടി വരെ ചാർജ് ഈടാക്കുന്ന പ്രീമിയം തൽക്കാൽ ടിക്കറ്റാണ് പലപ്പോഴും ബാക്കിയാവുക. ഇതോടെ വലിയ തുക സർവീസ് ചാർജ് നൽകി സ്വകാര്യ ട്രാവൽ ഏജന്റുമാരെ സമീപിക്കാൻ യാത്രക്കാർ നിർബന്ധിതരാകുകയാണ്. 24 കോട്ടയം. പ്രളയത്തിൽ തകർന്ന നടപ്പാലം പുനർനിർമ്മിക്കാത്തതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ. ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ കുളപ്പാറച്ചാൽ തേവർക്കാട്ടുപടി പാലത്തിനാണ് ദുരവസ്ഥ. ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്നത്. പന്നിയാർ പുഴയ്ക്ക് കുറുകെ രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ പ്രളയത്തിലാണ് തകർന്നത്. പുനർനിർമ്മിക്കാൻ നടപടിയൊന്നുമില്ല. സേനാപതി സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ വെള്ളത്തിൽ മുങ്ങിയ പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് മറുകര പിടിക്കുന്നത്. രാവിലെയൊക്കെ സ്കൂളിൽ പോയിട്ടിരുന്ന പാലത്തിൽ കൂടെ ആയിരുന്നു. ഒരു 8:30 ആകുമ്പോൾ പോയായിരുന്നു. ഇപ്പം എത്ര ഒരു 9 മണി 9:30 ആകുമ്പോൾ ബസ്സിന് കറങ്ങി 27 കിലോമീറ്ററൊക്കെ കറങ്ങി പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ പോകണമായിരുന്നു. ഒരു 15 മിനിറ്റൊക്കെ മതിയായിരുന്നു അപ്പുറച്ചല്ല തൊട്ടപ്പുറ സേനാപതി സ്കൂള്. അപ്പോൾ ഇപ്പോഴൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പാലം പോയ പാടായിരുന്നു. പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇതിൽ കേവലം 1 കിലോമീറ്ററോളം ദൂരം ചുറ്റി സഞ്ചരിച്ച് സ്കൂളിൽ ചെല്ലുന്നതിന് പകരം ഇപ്പോൾ കേവലം 10 കിലോമീറ്ററോളം ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് വളരെ ദുരിതപൂർണ്ണമായ രീതിയിലാണ് സ്കൂളിലേക്ക് ചെന്നെത്തുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു ക്രമീകരണം എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിച്ച് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ വലിയ ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരുമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. 24 ഇടുക്കി. വസ്തുവിറ്റ പണം നൽകാനുള്ളയാൾ കബളിപ്പിച്ചതിനെ തുടർന്ന് കയറിക്കിടക്കാൻ ഒരിടം പോലുമില്ലാതെ വഴിയാധാരമായ കിടപ്പ് രോഗിയുണ്ട് കൊല്ലത്ത്. പണം തിരികെ കിട്ടാൻ മറ്റൊരു മാർഗവും ഇല്ലാതായതോടെ പണം തട്ടിയ ആളുടെ വീടിനു മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് സോജിത്ത്. കൊല്ലം വിളക്കുപാറ സ്വദേശി സുബൈർ 2022-ലാണ് സോജിത്തിന്റെ തമിഴ്നാട്ടിലുള്ള ഭൂമി 26 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. ഇതിൽ 20 ലക്ഷം രൂപ സോജിത്തിന് ആദ്യം നൽകി. ബാക്കി 6 ലക്ഷം രൂപ ഉടൻ നൽകാമെന്ന് ഉറപ്പു പറഞ്ഞെങ്കിലും നൽകിയില്ല. പിന്നാലെ സുബൈർ ആദ്യം നൽകിയ 20 ലക്ഷം രൂപ കൂടി ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് തിരികെ വാങ്ങുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കരാറും ഉറപ്പിച്ചു. എന്നാൽ ബിസിനസ് ആരംഭിക്കുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ല. തമിഴ്നാട്ടിൽ കുറച്ച് വസ്തു മേടിച്ചായിരുന്നു. അപ്പൊ അത് ഞങ്ങള് വേറെ ജീവിതമാർഗങ്ങൾ ഒന്നും സെറ്റ് ആവാത്ത കാരണം അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ അജ്മി ബസിന്റെ ഓണർ സുബൈർ തന്നെയാണ് ആ വസ്തു വാങ്ങിച്ചേക്കുന്നത്. വാങ്ങിച്ച് ഞങ്ങളുമായിട്ട് സൗഹൃദം കൂടിയിട്ട് ഫാക്ടറി തുടങ്ങാനാണ് ഒരു 10 ദിവസത്തിനകം തിരിച്ചു തരാന്നുള്ള രീതിക്ക് ഈ പുള്ളി പൈസ അങ്ങ് വാങ്ങിക്കുകയായിരുന്നു. പോയതിനു ശേഷമാണ് നമ്മൾ 5 സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അന്ന് ഇത് 2021 മുതലേ തുടങ്ങിയ പ്രശ്നമാണ്. വാടക പോലും കൊടുക്കാനില്ലാതായതോടെ ബസ് ഉടമയായ സുബൈറിന്റെ ഒരു ബസ്സിൽ കിടപ്പുരോഗിയായ സോജിത്തും കുടുംബവും താമസം ആരംഭിച്ചു. കോടതി ഉത്തരവ് വാങ്ങി സോജിത്തിനെയും കുടുംബത്തെയും സുബൈർ ബസ്സിൽ നിന്ന് ഒഴിപ്പിച്ചു. പിന്നാലെ സുബൈറിന്റെ കടക്കലിലെ വീടിന് മുന്നിൽ സോജിത്ത് സത്യാഗ്രഹം ആരംഭിച്ചു. പണം നൽകുന്നതുവരെ മാസം തോറും 8000 രൂപ മരുന്നിനും വാടകയ്ക്കുമായി നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സത്യാഗ്രഹം അവസാനിപ്പിച്ചിരുന്നു. പിന്നീടും ഒത്തുതീർപ്പ് കരാർ പാലിക്കാത്തതിനെ തുടർന്നാണ് സോജിത്തും കുടുംബവും കഴിഞ്ഞ ദിവസം മുതൽ സുബൈറിന്റെ വീടിന് മുന്നിൽ വീണ്ടും സമരം ആരംഭിച്ചത്. തരാനൊക്കെ ഇഷ്ടംപോലെ പൈസകളുണ്ട്. വേറെ ചോദിക്കാനൊന്നും ആരും ഇല്ലാത്ത ഒരു ഇത് കൊണ്ടാണ് പുള്ളി നമുക്ക് തരാതിരിക്കുന്നത്. ഇപ്പൊ പുള്ളി ഇവിടാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. പല മേഖലകളിൽ വാടകയ്ക്ക് താമസിക്കുക. അപ്പൊ ഇവിടാണ് വാടകയ്ക്ക് താമസിക്കുക. ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനൊരു നിവർത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നേക്കാണ്. അപ്പൊ ഞങ്ങളെ കണ്ടതും അവർ ഇവിടുന്ന് ഒളിവിൽ പോയേക്കുവാണ്. 2-3 ദിവസമായി ഒളിവിൽ പോയേക്കുവാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവർ. അപകടത്തിൽപ്പെട്ട് 20 വർഷമായി അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന കിടപ്പുരോഗിയായ സോജിത്ത് അഞ്ചലിലുള്ള ഭാര്യാ സഹോദരന്റെ വീടിന്റെ ഷെഡിലാണ് ഇതുവരെ കഴിഞ്ഞത്. 24 കൊല്ലം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കരുത്തരായ മുംബൈക്കെതിരെ 1-ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് കേരളം. 2-ാം ദിനമായ ഇന്നലെ മുംബൈയെ 251 റൺസിന് പുറത്താക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. 4 വിക്കറ്റ് വീഴ്ത്തിയ ശ്രേയസ് ഗോപാലായിരുന്നു മുംബൈയെ തകർത്തത്. സഞ്ജു സാംസൺ, സച്ചിൻ ബേബി, രോഹൻ കുന്നുമൽ തുടങ്ങിയ ബാറ്റ്സ്മാൻമാരിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. മുതിർന്ന താരം ധവൽ കുൽക്കർണിയാണ് മുംബൈയുടെ ബൌളിംഗ് നിരയെ നയിക്കുന്നത്. പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.